നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നാം ഏഞ്ചൽസിനെ കുറിച്ചും ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ സ്പിരിച്വൽ വേയിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഏഞ്ചൽസിനെ കുറിച്ച് കേൾക്കുന്നതും ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നതും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യത്തിലും നമ്മെ സഹായിക്കുന്ന അവരാണ് മാലാഖമാർ. നമ്മുടെ ജീവിതത്തിലെ സംഖ്യകൾ ആവർത്തിക്കുന്നതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. അതായത് 00 000 നമ്മൾ കാണുന്ന സമയത്ത് ഏകത്വം, ഒരു പൂർത്തീകരണം, അതായത് യൂണിറ്റി ഓർ കംപ്ലീഷൻ, വർക്ക്, പ്രൊജക്റ്റ്, ആലോചിക്കുന്ന കാര്യം പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പൂർത്തിയാക്കുന്നു എന്നതാണ്. ഇനി 1111 കാണുന്നത്, കൂടാതെ 1111 കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഇനി 222 22 ചിന്തകൾ 100% സാക്ഷാത്കരിക്കും. അതുകൊണ്ട് പോസിറ്റീവായി മാത്രം ചിന്തിക്കേണ്ടത്. ഇനി 333 അസെൻഡിങ് മാസ്റ്റേഴ്സിന്റെ നമ്പറാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏത് ദൈവത്തിനോടായാലും ആ ദൈവങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി 444 ആണെങ്കിൽ ഏഞ്ചൽസിന്റെ പ്രസൻസ്, ഏഞ്ചൽസിന്റെ തുണ നിങ്ങൾക്കുണ്ട് എന്നതാണ്. ഇനി 555 കാണുമ്പോൾ പോസിറ്റീവ് ചേഞ്ചസിനെ കാണിക്കുന്നു. അതായത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ്. ചേഞ്ചസ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് എപ്പോഴും പോസിറ്റീവ് ചേഞ്ചസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ഇനി 666 ആണെങ്കിൽ സെൽഫ് ലവ് ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളെ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഫാമിലിയും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയും നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലിക്ക് നിങ്ങളെ ആവശ്യമുണ്ട്, ഫാമിലിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കൂ നിങ്ങൾ എന്നും ഒരു അർത്ഥം 666 കാണുന്ന സമയത്ത് ഏഞ്ചൽ പറയുന്നുണ്ട്. ഫാമിലിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കൂ എന്നുള്ളത്. ഇനി 777 ലക്കിൻ്റെ നമ്പറാണ്. മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മെസ്സേജ് തരുന്ന നമ്പറാണ്. ഭാഗ്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നൊരു മെസ്സേജും 777 നിങ്ങൾക്ക് തരുന്നുണ്ട്. 777 കാണുന്ന സമയത്ത് അത് ഓർക്കുക. 888 ഒന്ന് പണത്തിന്റെ കാര്യത്തിൽ അബണ്ടൻസ് വരാൻ പോകുന്നു എന്നതാണ്. കർമ്മം കൊണ്ട് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കർമ്മയുടെ കാലമാണ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നല്ല ഫലം ലഭിക്കും എന്നാണ്. പണം വർദ്ധിക്കാനുള്ള നമ്പർ കൂടിയാണ് 888. അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി നിങ്ങൾക്ക് ലഭിക്കും എന്നും ഒരു സൂചനയുണ്ട്. ഇനി 999 എഗെയിൻ കംപ്ലീഷൻ, സംതിങ് ഗോയിങ് ടു ബി കംപ്ലീറ്റഡ്, അതായത് എന്തെങ്കിലും പൂർത്തിയാക്കാൻ പോകുന്നു, നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുക്കുന്നുണ്ട്, അത് പൂർത്തിയാകുന്നു എന്നതാണ് കാണിക്കുന്നത്. ഇനി വീണ്ടും 1010 അതായത് ഒരു റിലേഷൻഷിപ്പ്, എന്തെങ്കിലും വർക്ക്, ആലോചിക്കുന്ന കാര്യം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് പൂർത്തീകരിക്കുന്നു എന്നതാണ് 1010 കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അല്ലെങ്കിൽ അതൊരു ഏഞ്ചൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് ഏഞ്ചൽസ് നമ്പേഴ്സ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏഞ്ചൽസ് നമുക്ക് എന്തൊക്കെ സൂചനകളാണ് ഓരോ നമ്പർ കാണുന്നത് വഴി നമുക്ക് തരുന്നതെന്ന് മനസ്സിലാക്കുക.